ദൈവനാമം മൂത്തപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം വാതിലുകളുടെ പണിയെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വാതിലുകളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് 7ാമത്തെ വാതിലിനെക്കുറിച്ച് ചിന്തിക്കാം. നെഹമ്യാവ് 3 അധ്യായത്തിൻ്റെ 26 വാക്യം. ദേവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു. ഇവിടെ മാത്രം വാതിൽ പണിയുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാതിലിൻ്റെ അറ്റകുറ്റം തീർത്തു. അവർ അതിൻ്റെ പടികൾ വെച്ചു, കതകും ഓടാമ്പലും അന്താഴും ഇണക്കി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മാത്രം അറ്റകുറ്റം തീർത്തതായിട്ടൊന്നും പറയുന്നില്ല. അവർ അവിടെ പാർക്കുന്നതായിട്ടാണ് മാത്രം. ദേവാലയദാസന്മാരാണ് അവിടെ പാർക്കുന്നതായിട്ട് കാണുന്നത്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ വാതിൽ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നു. തിരുവഴുത്തിന് പണിയേണ്ട ആവശ്യമില്ല. അത് എന്നും നിലനിൽക്കുന്നതാണ്. ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് അത് പണിയേണ്ട ആവശ്യമില്ല. അതുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ വചനം എന്ന മായമില്ലാത്ത പാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അത് ബൈഹാർട്ടാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ പോലെ ആയിത്തീരും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവമക്കളാക്കി തീർത്തു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ 1ാം സ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിൽ വേണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സാത്താൻ അവനെ പരീക്ഷിക്കേണ്ടതിനായിട്ട് വന്നു. സാത്താൻ അവനെ പരീക്ഷിക്കുവാൻ വന്നപ്പോൾ അവൻ ചെയ്തത് അവൻ്റെ ശക്തി കൊണ്ടോ അവൻ്റെ കഴിവ് കൊണ്ടോ ഒന്നും ഫൈറ്റ് ചെയ്യല്ല ചെയ്തത്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവൻ സാത്താന് മറുപടി കൊടുത്തു. സാത്താൻ ലജ്ജിച്ച് പോയതായിട്ട് നമുക്ക് കാണുന്നു. 4ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാത്താൻ എന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമായി തിരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ വചനമെടുത്ത് വെട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. വചനം വാളാണ്. നമ്മുടെ ശത്രുവിനെ വെട്ടി നശിപ്പിക്കുവാൻ കഴിവുള്ളതാണ് ഈ ദൈവവചനം എന്ന വാള്. അത് നമുക്ക് അത് യേശുക്രിസ്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നുകൊണ്ട് വചനം എന്ന വാളെടുത്ത് സാത്താനെ വെട്ടി അവൻ അവിടെ കീഴ്പ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് നമ്മൾ ധാരാളമായിട്ട് വചനം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം വചനത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള വാളാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ അത് 2 ഉപയോഗമുണ്ട്. മറ്റുള്ളവരെ സാത്താനെ വെട്ടി തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. അതേസമയം അത് നമ്മുടെ ഹൃദയത്തിലുള്ള അവിടെ കാണുന്ന ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നുമാണ്. നമ്മുടെ ഹൃദയത്തെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. മാത്രമല്ല ആ വചനം കൊണ്ട് സാത്താനെ അറ്റാക്ക് ചെയ്ത് അവനെ തോൽപ്പിക്കുവാനായിട്ടും ഈ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് സാധിക്കുവാൻ. അതുകൊണ്ടാണ് എന്നും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് പണിയേണ്ട ആവശ്യമില്ല. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുപ്പവാതിൽ കഴിഞ്ഞിട്ടാണ് നീർവാതിൽ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. കാരണം അശുദ്ധിയെല്ലാം പുറത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം പ്രാവർത്തികമായിട്ടിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നമുക്ക് 1 പത്രോസ് 2ന്റെ 1-2 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ.
ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജപാപം ഇങ്ങനെയുള്ളതെല്ലാം കുപ്പവാതിൽ കൂടെ പുറത്തു കളഞ്ഞതിന് ശേഷമാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത് മാറ്റിക്കളഞ്ഞതിന് ശേഷമാണ്, മുറിയെ പറ്റുന്ന പാപങ്ങളെല്ലാം നീക്കിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് വചനമെന്ന പായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വചനമെന്ന വായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് നമ്മളിൽ പ്രായോഗികമാക്കത്തില്ല. നമ്മുടെ ജീവിതത്തെ അത് വ്യതിയാനപ്പെടുത്തുവാൻ സാധിക്കില്ല. എന്നാൽ അശുദ്ധമായിട്ടുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ വചനം എന്ന മായമില്ലാത്ത ആ പാൽ മാത്രം കുടിച്ച് പലപ്പോഴും ജീവിക്കുന്നവരായിട്ട് ഇതിൻ്റെ സത്യങ്ങളെ, ദൈവവചനത്തിലുള്ള ആഴമേറിയ സത്യങ്ങളെ പഠിക്കാത്തവരായിട്ട് പലപ്പോഴും നമ്മളായി പോകുന്നുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പാൽ കുടിച്ചിട്ട് വളരണം, അതിനുശേഷം നമ്മൾ കട്ടിയായിട്ടുള്ള ആഹാരവും കഴിക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിൽ നമുക്കതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ കാലം നോക്കിയാൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. പ്രിയ സഹോദരിമാരെ, നാം ഇപ്പോൾ എത്ര വയസ്സുള്ളവരാണ്? 5 വയസ്സോ 10 വയസ്സോ? അതോ പ്രായം കൊണ്ട് 70 വയസ്സായ ഞാൻ ആത്മീയമായിട്ട് 5-10 വയസ്സുള്ള ഒരു കുഞ്ഞായിട്ടാണോ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് എന്നെ തന്നെ ചിന്തിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പറയുകയാണ്, ഇപ്പോഴും പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിയായുള്ള ആഹാരം തിന്നുവാനായിട്ട് ദഹിക്കത്തില്ല. ഒരു കുഞ്ഞിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കൊച്ചു കുഞ്ഞിനെ പോലെ എപ്പോഴും പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിൽ? അതോ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ, ആദ്യ പാഠങ്ങളെ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ നമ്മൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് നമ്മൾ അത് നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവരായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളെ തന്നെ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ശിശുക്കളായിരിക്കുവാനല്ല. അതുപോലെ 1 കൊരിന്ത്യരുടെ 3-ാം അധ്യായത്തിൽ അത് തന്നെ പറയുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീകരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അതെ, ഒന്ന് ഓർത്ത് നോക്കിക്കുക അവസ്ഥ. വർഷങ്ങൾ കഴിഞ്ഞു, പ്രായമായി, എന്നാൽ ആത്മീയമായിട്ട് ഇപ്പോഴും ശിശുവാണ്, ഇപ്പോഴും ആത്മീയനല്ല, ജഡീകനാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ എത്ര ദുഃഖകരമാണ്. ആത്മീയനാണെങ്കിലോ സകലതും വിവേചിക്കുവാനായിട്ട് മെച്ഛതയുള്ളവരായിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കും. ആത്മീയനല്ലെങ്കിലോ നമ്മൾ ശിശുക്കളെ പോലെ കട്ടിയായിട്ടുള്ള ആഹാരം കഴിപ്പാൻ കഴിവില്ലാത്തവരായിട്ട്, ജഡീകരായിട്ട് ആയിത്തീരുവാനായിട്ട് ഇടയായിട്ട് തീരും. വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകാതെ നമ്മൾ കർത്താവിൻ്റെ വചനമെന്ന പായമില്ലാത്ത പാൽ കുടിച്ച് വളർന്ന് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനികളായിട്ട് തെറ്റും ശരിയും വിവേചിച്ചറിയുന്നവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, എന്നാൽ പരിചയമുള്ളവരായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് പ്രസംഗിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അതിന് നമ്മൾ പ്രായം പ്രാപിച്ചേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും വളരുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ വളരുവാൻ കർത്താവ് നമുക്കറിയാം തലയോളം വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.